പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 22-ാം വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഒരു മനുഷ്യന്റെ വിധിയും ഗതിയും എത്രമാത്രം മാറുമെന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് ശൗലിന്റെ ജീവിതം. ഒരിക്കൽ ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കുമെതിരെ തീവ്രമായി നിന്നു പോന്നവൻ അതേ ശൗലിനെ ദൈവം തന്റെ അളവറ്റ കൃപയാൽ പിടിച്ചെടുത്തു, തന്റെ മഹത്വത്തിന്റെ ഉപകരണമാക്കി മാറ്റി. ശൗൽ എന്ന പീഡകനെ പൗലോസ് എന്ന അപ്പോസ്തലനാക്കി മാറ്റിയ ആ കർത്താവിന്റെ ദിവ്യമായ സ്പർശനം എന്തായിരുന്നു? കർത്താവിന്റെ ആലോചന പ്രകാരം അനന്യാസ് എന്ന ദൈവമനുഷ്യൻ ശൗലിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച വചനം നമുക്ക് ശ്രദ്ധിക്കാം. നീ ആത്മപൂർണനായി തീരുക, അതായത് നീ ആത്മാവിൽ നിറയപ്പെടട്ടെ. ആ പ്രാർത്ഥനയുടെ നിമിഷം ഇരുൾ മാഞ്ഞ് അവന്റെ കണ്ണുകൾ തുറന്നു. അവൻ മനുഷ്യന്റെ ശക്തിയാലല്ല, പിന്നെയോ ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു. അതിനുശേഷമുള്ള അവന്റെ ജീവിതത്തെ വചനം ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്തുന്നു: ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അതെ, ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നോട്ട് പോക്കില്ല. അവന്റെ ആത്മീയ വളർച്ച ഒരിക്കലും നിലയ്ക്കുന്നില്ല. അവൻ പ്രതിദിനം ബലം പ്രാപിച്ച് ദൈവ തേജസ്സിൽ മേൽക്കുമേൽ ഉയർന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ കർത്താവ് നമ്മെയും ആ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭയം, നമ്മുടെ ബലഹീനതകൾ, ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾ, ഇവയെല്ലാം അതിജീവിച്ച് ക്രിസ്തുവിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് വേണ്ടത് ഈ ദൈവശക്തിയാണ്. കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഇതാണ് ആത്മാഭിഷേകത്തിന്റെ പരമമായ ലക്ഷ്യം. നമ്മളെ കേവലം വിശ്വാസിയാക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ ശക്തമായ സാക്ഷികളായി മാറ്റുക എന്നതാണ് കർത്താവിന്റെ പദ്ധതി. ശൗൽ പ്രാപിച്ച ആത്മനിറവാണ് അവനെ അന്ധകാര ശക്തികളെ ഭയക്കാതെ ലോകത്തിന്റെ മുമ്പിൽ ധീരമായി സുവിശേഷം പ്രസംഗിക്കുന്നവനാക്കി മാറ്റിയത്. അത്തരം തീഷ്ണതയുടെയും ധൈര്യത്തിന്റെയും ആത്മനിറവാണ് ഈ ദിവസം കർത്താവ് നിങ്ങൾക്കും എനിക്കും പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ നിന്റെ ശക്തിയുള്ള സാക്ഷികളായി നിലനിൽക്കേണ്ടതിന് ശൗലിനെ പോലെ ഞങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.